ശ്രീ നെൽസൺ നായിപ്പ്, ഇതിനകത്ത് ഒരു വശം കൂടിയുണ്ട്. അതായത് രമേശ് നാരായണൻ സ്വാഭാവികമായും ആസിഫ് അലിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അതിനകത്ത്, എങ്കിൽ പോലും അതവിടെ ബാക്കിയായി നിൽക്കുന്നു. പക്ഷേ ഇതിനകത്ത് നാം കാണാത്ത മറ്റൊരു വശമുണ്ട്. ആസിഫ് അലിയെ ഒഴിവാക്കി രമേശ് നാരായണൻ അവിടെ വെച്ച് തന്നെ ആസിഫ് അലിയുടെ മുമ്പിൽ വെച്ച് തന്നെ കയ്യാട്ടി വിളിക്കുന്നത് ജയരാജിനെയാണ്. ജയരാജിനെ പോലെ ഒരു സംവിധായകൻ ആ സ്ഥലത്ത് വന്നു നിന്ന് ആസിഫ് അലി അപമാനിച്ച ആ സ്പേസിൽ നിൽക്കുകയാണ്. അത് ജയരാജൻ അത് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ? വേണ്ട, ആസിഫ് അലി തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നല്ലേ ജയരാജൻ പറയേണ്ടത്? അങ്ങനെ കൂടി ഒരു വശമില്ലേ? എല്ലാവരും ഈ ശ്രീ രമേശ് നാരായണനെ മാത്രമാണല്ലോ കുറ്റം പറയുന്നത്. തീർച്ചയായിട്ടും അത് ജയരാജനും കൂടി ആലോചിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒന്നല്ല 10 വട്ടം ചിന്തിക്കണം ജയരാജ് സാറ്. അത് ആസിഫ് അലിയെ വഷളാക്കി അവിടെ ആ സ്പേസിൽ വന്ന് നിന്ന് ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്ത് രമേശ് ജിക്ക് അവാർഡ് കൊടുക്കുന്ന ആ ഒരു സ്പേസ് അത് 2 വട്ടം ആലോചിച്ച് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. പിന്നെ അജിംസ് ഇപ്പം നേരത്തെ ജീപ്പോട് ചോദിച്ച ചോദ്യം, ഇതിനൊരു തലം മാറ്റുക തന്നെയാണ് ഇതിന് ചെയ്യുന്നത്. എനിക്ക് ആര് അവാർഡ് തരണം, അല്ലെങ്കിൽ റിസീവർക്ക് അവാർഡ് ആര് കൊടുക്കണം എന്നുള്ളൊരു മുഖം കൂടി ഇതിൽ വരുത്തുന്നുണ്ട് ഇവരൊക്കെ. കാരണം ഞാനൊരു അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് തരേണ്ടത് ഇന്ന ആള് എന്ന് മുണ്ടുന്ന ഒരു നിലപാടാണ് ഇവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശരിയായല്ല. ആ അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അവരുടെ തീരുമാനം അത് സംഘടനയ്ക്കും ആ കൊടുക്കുന്ന അവാർഡ് കമ്മിറ്റിക്കുമാണ്. അത് ആര് കൊടുക്കണം, എന്ത് കൊടുക്കണം, അത് നമ്മളെല്ലാം തീരുമാനിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ വെച്ചിട്ട് നമ്മുടെ യൂസഫ് അലി കേച്ചേരി ഇതുപോലെ പാട്ട് എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അവിടെ വെച്ചൊരു അവാർഡ് കൊടുക്കാൻ എന്നെ വിളിച്ചു. കൊടുക്കേണ്ടത് നമ്മുടെ സിദ്ദിഖ് സാറിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നെ വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് സിദ്ദിഖ് സാറിന് ഞാൻ എന്തായാലും കൊടുക്കാൻ വരുന്നില്ല, നിങ്ങൾ വേറെ എന്നേക്കാൾ വലിയ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു. അത് ഞാൻ സ്വയം ഒഴിഞ്ഞു മാറി അവിടുന്ന്. കാരണം സിദ്ദിഖ് സാറ് പറഞ്ഞു ആര് തന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്കത് കൊടുക്കാമായിരുന്നു. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോട് കൂടെ ഇല്ല. അദ്ദേഹത്തിന് എനിക്കത് കൊടുക്കാമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി മാറിയത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓട്ടോമാറ്റിക്കലി ആസിഫ് അലിയെ വിളിച്ചു കൊടുക്കുന്നു. ആസിഫ് അലിയെ ഒരു നവർമെൻ്റായി കണ്ട് ഈ അവാർഡ് മേടിച്ച് അപ്പം തന്നെ ജയരാജനെ സദസ്സെന്ന് വിളിക്കുന്നു. എന്നിട്ട് അവാർഡ് തരാൻ പറയുന്നു. അതിൻ്റെ എന്താണ് അതിന് പറയാം? താങ്കളുടെ വാക്കുകളിൽ വ്യക്തമാണത്. അത് സോഷ്യൽ മീഡിയ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആക്ടിവിസ്റ്റ് കൂടിയായ അഡ്വക്കേറ്റ് കുക്കു കാണേണ്ടത് എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് കൂടി ഞാൻ വായിക്കുകയാണ്. പ്രിയ ആസിഫ്, നിങ്ങളോടുള്ള സ്നേഹം കൂടി വരുന്നേ ഉള്ളൂ. അന്ന് ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണെന്ന് പറഞ്ഞപ്പോഴും ഇന്ന് താങ്കളുടെ കയ്യിൽ നിന്ന് ഉപഹാരം വാങ്ങാതെ അമ്മാവൻ സിൻഡ്രോം കളിച്ച രമേശ് നാരായണന്റെ മുന്നിൽ ചിരിമായാത്ത മുഖവുമായ നിങ്ങളോട് നിറഞ്ഞ സ്നേഹമാണ്. രമേശ് നാരായണൻ വിളിച്ചപ്പോൾ ഓടി വന്ന് ഉപഹാരം കൊടുത്ത ജയരാജിനെ കുറിച്ച് എന്ത് പറയാനാണ്? ഇത് കുക്കു ദേവകി എഴുതുന്നതാണ്. ഇവരൊക്കെയാണോ കല ഉപാസിക്കുന്നവർ? സഹജീവി ബോധവും മാനുഷികതയും ഉണ്ടാകാൻ ഇവർ നന്നായി മിനക്കിടേണ്ടി വരും എന്നാണ് അഡ്വക്കേറ്റ് കുക്കു ദേവകിയും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്.